ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് ആശ്രയമായിട്ട് ആശ്വാസമായിട്ട് യേശു കർത്താവ് മാത്രമാണ്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് പ്രസന്റ് ഹെൽപ്പ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. നാം പലപ്പോഴും അത് മറന്നു പോവുകയാണ്. ദൈവം മാത്രമാണ് നമ്മളുടെ പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത തുണയായിട്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത മുറിയിൽ കിടക്കുന്ന ആൾക്ക് പോലും, നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾക്ക് പോലും നമ്മുടെ ആവശ്യങ്ങൾ അറിയാതെ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, നിരൂപണങ്ങളൊക്കെ അറിയുന്ന ഒരു ദൈവം, അത് ദൂരത്തേ നിന്ന് നിന്റെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ഗോഡ് ഹാസ് എ പ്ലാൻ ഇൻ യുവർ ലൈഫ്. അത് ദൈവം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തരും. ഹല്ലേലൂയ. ഹിസ് പ്ലാൻസ് ആർ ഓൾവേസ് ടു പ്രോസ്പർ യു ആൻഡ് ടു ഗിവ് യു എ ഗുഡ് ഹോപ്പ് ആൻഡ് ഫ്യൂച്ചർ. നമ്മൾക്ക് നഷ്ടപ്പെടുത്തുന്നതായ, നമ്മളെ തല്ലിത്തകർക്കുന്നതായ ഒരു പ്ലാൻ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല. ദൈവത്തിൻ്റെ പ്ലാനിനകത്തില്ല. നമ്മെ സ്വന്തമാക്കി തീർക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്ന ദൈവം. ഹല്ലേലൂയ. അവനോട് കൂടി സകലതും നൽകാതെ ഇരിക്കുമോ? അവനിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അവന്, പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടിയിട്ട് കർത്താവിന് വലിയൊരു പ്ലാൻ ഉണ്ട്. ഹീ ഈസ് അവർ റെഫ്യൂജ്, ഹീ ഈസ് അവർ സ്ട്രെങ്ത്, ഹി വിൽ നോട്ട് ലീവ് യു അലോൺ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ആശ്രയിക്കുവാൻ വേണ്ടി നമ്മളൊരു നെയ്ബർഹുഡിലാണെങ്കിൽ അവിടെ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഒരു രാത്രി സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവിടെ ആരെ സഹായിക്കും? അവിടെ ആർക്കെങ്കിലും വണ്ടിയുണ്ടോ? കാറ് ഓടിച്ചുകൊണ്ട് പോകാനുള്ള ആൾക്കാരുള്ളവർ, അല്ലെങ്കിൽ ശക്തിയുള്ളവർ, എന്തെങ്കിലും കള്ളന്മാരുടെയൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഓടി കരഞ്ഞാൽ ആര് വന്നൊന്ന് സഹായിക്കും എന്നൊക്കെയുള്ള ഭാരങ്ങൾ ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചെറുപ്പത്തിലുള്ള സമയങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്നെനിക്ക് ഒന്ന് ഉറപ്പാണ്, എൻ്റെ എല്ലാ സഹായത്തിലും ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലാ ആവശ്യത്തിലും സഹായിക്കാനായിട്ട് വരുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗ്ഗ കവാടം തുറന്നിട്ട് വരും. ശത്രു നിന്റെ വഴികളെ എത്ര വഴിമുട്ടി അടച്ചു വെച്ചിരുന്നാലും, ചുറ്റും അടച്ചു വെച്ചിരുന്നാലും, അവൻ സ്വർഗ്ഗ കവാടം തുറന്നു വരും. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ചുറ്റും ശത്രുക്കളായിരിക്കും, നിന്റെ ചുറ്റും ബന്ധനങ്ങളായിരിക്കും, നിന്റെ ചുറ്റും അടഞ്ഞു കിടക്കുന്ന മേഖലകളായിരിക്കും. എന്നാൽ ദൈവത്തിനൊരു വഴിയുണ്ട്. അവനു കടക്കുവാൻ പറ്റാത്തതായ യാതൊരു ഇടവുമില്ല. ഏത് കാരാഗ്രഹമായാലും കർത്താവ് അവിടെ ഇറങ്ങി വരും. ഏത് കടക്കണ്ടാത്ത സ്ഥലമായാലും, ഏറിനു പോലും കടക്കുവാൻ സാധിക്കാത്തടത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അതിനാൽ ഹീ ഈസ് ദി ഓൺലി പ്രസന്റ് ഹെൽപ്പ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കയ്യിലോട്ട് നാം നോക്കണ്ട, മറ്റുള്ളവരുടെ ശക്തിയെ നമ്മൾ ആശ്രയിക്കേണ്ട, അതിനെ ആധാരമാക്കിയിട്ട് നമ്മൾ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്യരുതേ. യങ് ആൻഡ് സ്ട്രോങ് മേ ബിക്കം വീക്ക് ആൻഡ് വെയറി. ഒള്ളി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ശക്തിയെ പുതുക്കുവാൻ സാധിക്കത്തുള്ളൂ. യഹോവയെ കാത്തിരിക്കുന്നവർ മാത്രമേ ശക്തി പുതുക്കത്തുള്ളൂ. യങ് ആൻഡ് സ്ട്രോങ് മേ ഗോ വീക്ക് ആൻഡ് വെയറി. നിനക്ക് ശക്തി തരുന്ന ദൈവമാണ്. അതിനാൽ ശക്തി തരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. നമ്മൾ ആരെയൊക്കെ ആശ്രയിച്ചെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിന് സഹായിക്കുവാൻ ചിലപ്പോൾ കണ്ടെന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്കത് തരുവാൻ സാധിക്കാതെ പോയേക്കും. അവരുടെ ശക്തി അവിടെ കാണത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ മാത്രമല്ലല്ലോ, വഴിയിൽ ഏതൊരു ആവശ്യത്തിലും നമുക്ക് അറിയാത്തവരായിരിക്കും നമുക്ക് സഹായിക്കുവാൻ വേണ്ടിയുള്ളത്. ദൈവം തക്ക സമയത്ത് ഒരുക്കുന്ന ദൈവമാണ്. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് അറിയുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി സകലതും കരുതുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോഴേ അവൻ്റെ കണ്ണെന്നെ കണ്ടു, എനിക്ക് വേണ്ടി അടിസ്ഥാനമിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്ലാനുകളെല്ലാം വരച്ച്, എൻ്റെ വഴികളെല്ലാം അവൻ്റെ മുമ്പിലിരിക്കുന്നു. ഹിസ് പ്ലാൻസ് ആർ ഓൾവേസ് പെർഫെക്റ്റ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് പത്രോസിനെ അറിയാം. എന്തെല്ലാം വന്നാലും, ഞാൻ മരിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ പത്രോസിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കർത്താവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും നമ്മളെ തള്ളിപ്പറയേണ്ടതായ അവസ്ഥകളൊക്കെ വന്നെന്നിരിക്കാം. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്ന ദൈവം, ഹല്ലേലൂയ, പുത്രനോടുകൂടി സകലതും നമുക്ക് ചെയ്തു തരും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷെ ഒരു കാക്കയായിരിക്കും നിനക്ക് വേണ്ടി ഒരുക്കുന്നത്, അല്ല എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ദൂതന്മാരെ ആയിരിക്കും ഒരുക്കുന്നത്. ഹല്ലേലൂയ. അത് എങ്ങനെ ചെയ്യണമെന്ന് കർത്താവിനറിയാം. കാക്ക വന്നാലും മതി, ദൂതൻ വന്നാലും മതി. ഹല്ലേലൂയ. അവരെല്ലാവരും കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരാണ്. ഹല്ലേലൂയ. കാക്കയും ഒരു ദൈവത്തിൻ്റെ ദൂതനാണ്, കഴുതയും കർത്താവിൻ്റെ ഒരു ദൂതനാണ്. അവരെല്ലാം കർത്താവ് പറയുന്നത് അനുസരിച്ച്
വിശ്വസിച്ച് നമുക്ക് വേണ്ടി അത് ചെയ്തു തരും, പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. ഹല്ലേലൂയ. കാക്കയാണല്ലോ എനിക്ക് വേണ്ടി വന്നത്, ദൂതനല്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. കാക്കയും ദൈവം പറഞ്ഞ അതേ ജോലി ചെയ്യും, ദൂതനും അതുപോലെ തന്നെ ചെയ്യും. ഞാൻ ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ മാത്രമാണത് ചെയ്യുവാൻ മടിക്കുന്നത്. നമ്മൾക്ക് കർത്താവ് സ്വന്തം ശ്വാസത്തിൽ നമ്മളെ സ്വന്തം ആത്മാവിൽ നിറച്ചതാണ്. നമുക്ക് പലപ്പോഴും മടിയാണ് കർത്താവിനെ ഒന്ന് വിശ്വസിക്കുവാൻ, കർത്താവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിലൊന്ന് ആശ്രയിക്കുവാൻ, കർത്താവിനെ ഒന്ന് അനുസരിക്കുവാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. എന്നാൽ കാക്കയും കഴുതയും കാറ്റും കോളും കടലും മത്സ്യങ്ങളും ഒക്കെ അനുസരിക്കുന്ന ഒരു നാമം, വലിയ നാമം. കാക്ക വന്നാലും മതി, കർത്താവിനറിയാം ആരെ അയക്കണമെന്ന്. ദൂതൻ വന്നാലും മതി. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എനിക്ക് ദൂതനെയല്ല വേണ്ടിയത്, നീ തന്നെ സ്വർഗത്തിൽ നിന്നൊന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാവശ്യം പറയുന്നതിന് മുമ്പേ അത് ചെയ്ത് കിട്ടിയിട്ടില്ലേ? കാരണം ദൈവം അറിയുന്നു കുഞ്ഞെ, നിന്നെ നല്ലവണ്ണം അറിയുന്നു. നിനക്ക് വേണ്ടി കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പിണ്ടാകാരമായിരുന്നപ്പോഴേ, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ്റെ കണ്ണ് നമ്മെ കണ്ടു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഹീ ഈസ് അവർ റെഫ്യൂജ്, ഹീ ഈസ് അവർ സ്ട്രെങ്ത്, ഹീ ഈസ് അവർ പ്രസന്റ് ഹെൽപ്പ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ കർത്താവെ, ഞങ്ങളുടെ ആവശ്യത്തിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കണമേ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളത് സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുക്കി തരണമേ. നിന്റെ വലിയ പ്ലാനായിട്ട് സ്തോത്രം ചെയ്യുന്ന കേൾക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ആ വലിയ കരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ഓൾ.